ഇന്ത്യ മുന്നണിക്ക് ബീഹാർ ഇലക്ഷൻ തിരിച്ചടിയല്ല, ഒരു മുറിവാണ്. ബീഹാർ വോട്ട് ചോരിക്ക് ഇരയായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നടക്കുന്നത്? ബീഹാറിന്റെ യഥാർത്ഥ മുഖമോ? ബി.ജെ.പിയുടെ കപടമുഖത്തിലും 10,000 രൂപയിലും ജനം വീണോ? അതോ ഒരിക്കലും കര കയറാൻ കഴിയാത്ത രീതിയിൽ ബി.ജെ.പിയുടെ വലയിൽ ബീഹാർ ബന്ധിപ്പിക്കപ്പെട്ടോ? എന്തായാലും വിശദമാക്കാം. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഡൽഹി സ്ഫോടനത്തിന്റെ ഞെട്ടിൽ നിന്ന് മാറും മുൻപേ മറ്റൊരു ഞെട്ടലിലാണ് നിൽക്കുന്നത്. ബി.ജെ.പി വമ്പിച്ച വിജയത്തിലേക്ക് എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചത് പോലെ തന്നെ ഹരിയാനയിൽ നടന്നത് എന്താണോ അത് ആവർത്തിപ്പിക്കപ്പെടാം. ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാകുന്നു എന്നുള്ളതിന് സൂചനയാണ് ഈ ഒരു ബീഹാർ ഇലക്ഷൻ. നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് ഇനി ഇന്ത്യയിൽ ഉണ്ടാകില്ല. ഇത് അട്ടിമറി വിജയം തന്നെയാണ്. അല്ലാതെ മോദിയെ വാനോളം ഉയർത്തി മോദി ഹി തോ മുംകിൻ ഹേ എന്ന് പാടേണ്ട ആവശ്യമൊന്നും ഇവിടെയില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ബീഹാറിലെ ഗ്രാമങ്ങളിൽ യഥാർത്ഥത്തിൽ വോട്ട് ചോരി ബാധിച്ചിട്ടൊന്നുമില്ല. കാരണം നിതീഷ് കുമാർ എന്നും ബീഹാറിന്റെ ലഹരി തന്നെയായിരുന്നു. സ്ത്രീകളുടെ ഇടയിൽ തന്നെ നിതീഷ് ദൈവദൂതനെ പോലെയായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്ന സൗജന്യവും ഭക്ഷണവും എല്ലാം അവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവരവിടുത്തെ റോഡുകളിൽ തൃപ്തർ തന്നെയായിരുന്നു. കൂടാതെ ബീഹാറിന്റെ പൾസ് അറിയുന്ന നിതീഷിന്റെ അവസാന പ്രയോഗമായ 10,000 രൂപ 1.5 കോടി സ്ത്രീകൾക്ക് നൽകിയതും അത് വലിയൊരു രീതിയിലുള്ള മാറ്റത്തെയാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ബീഹാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പല മാധ്യമങ്ങളിലും മലയാളികൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. ബീഹാർ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യം തൊഴിൽ, അത് മാത്രമാണ് അവിടെ പോരായ്മയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം തേജസ്വി യാദവ് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്തത്, അതൊരിക്കലും വോട്ടിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പായിട്ട് കാണാൻ സാധിക്കും. ഇനി വോട്ട് ചോരി ആകാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി.ജെ.പിയുടെയും അട്ടിമറി വിജയം തന്നെയാണ് ഇതെന്ന് നമുക്ക് അനുമാനിക്കുന്നതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. ബീഹാറിൽ എൻ.ഡി.എ കൊടുങ്കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് ചോരി നടന്നിട്ടുണ്ട്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നിയമം മാറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ അട്ടിമറി വിജയം കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അതായത് 1991 ഇലക്ഷൻ കമ്മീഷൻ സർവീസ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ആക്ട് പ്രകാരമായിരുന്നു നിയമനം നടത്തിയിരുന്നത്. എന്നാൽ 2023 പുതിയ നിയമം കൊണ്ടുവന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ഷൻ കമ്മീഷന്റെയും തിരഞ്ഞെടുക്കുന്ന രീതിയിൽ മാറ്റം വരുത്തി. സേവന വ്യവസ്ഥകൾ, അതുപോലെ തന്നെ ശമ്പളം, കാലാവധി തുടങ്ങിയവയെല്ലാം പുനഃക്രമീകരിച്ചു. കമ്മീഷനെ നിയമിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ഘടന മാറ്റി. ഇത് ആരാണ് മാറ്റിയത്? ഇന്ത്യയുടെ പാർലമെന്റ്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ. തുടർന്ന് ഇന്ത്യയുടെ പ്രസിഡന്റിന്റേത് ഒപ്പുവെച്ച് നിയമമാക്കി മാറ്റി. മുൻപ് നിയമനം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ സ്വതന്ത്രമായ രീതിയിലേക്ക് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ നിയമന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇവരെ ചേർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രിക്കും സർക്കാരിനുമാണ് കൂടുതൽ നിയന്ത്രണം വന്നിട്ടുള്ളത്. ഇവിടെ മുമ്പത്തെ നിയമനത്തെക്കാൾ സർക്കാർ ഇനി നേരിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനത്തിൽ കൂടുതൽ സ്വാധീനമുള്ളത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയാനുള്ളത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതൊരു അട്ടിമറി വിജയമാണെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, EVM ഉണ്ടാക്കുന്നത് 2 സ്ഥാപനങ്ങളാണ്. ഒന്നേതാണ്? ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് അഥവാ ബെൽ, അതുപോലെ തന്നെ ACIL. രണ്ടും സർക്കാർ സ്ഥാപനങ്ങളാണ്. അതായത് കമ്പനിയുടെ 51% ഓഹരിയും നേരിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെതാണ്. പക്ഷേ സർക്കാർ ഉടമസ്ഥയിലാണെങ്കിലും കമ്പനിക്ക് എന്താണ് തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. ബെൽ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത് റഡാർ, അതുപോലെ തന്നെ മിസൈൽ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ EVM മെഷീനുകളൊക്കെയാണ്. ഇതെല്ലാം ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയം നേരിട്ട് നിയന്ത്രിക്കുന്നുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ EVM ഇലക്ഷൻ കമ്മീഷനും എല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആണെന്നാണ് ചുരുക്കം. ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ബി.ജെ.പിക്ക് വോട്ട് ചോരി നടത്തിക്കൂടാ? 61 സീറ്റിൽ മത്സരിച്ചിട്ട് 4 ഒതുക്കിയ കോൺഗ്രസിനെ സത്യത്തിൽ ഒതുക്കിയതല്ലേ? എക്സിറ്റ് പോളിനെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ബി.ജെ.പിയുടെ അത്ഭുത വിജയം സത്യത്തിൽ സമ്പൂർണ്ണ വിജയമായിട്ട് പറയാൻ സാധിക്കുമോ? ബീഹാറിന്റെ പ്രശ്നം എന്തെന്നാൽ അവിടുത്തെ ഗ്രാമങ്ങളിലുള്ളവർ ഉള്ളതിൽ സംതൃപ്തരാകുന്നു എന്നുള്ളതാണ്. നിതീഷിന്റെ ഭരണത്തിൽ സംതൃപ്തരാകുന്നവർ. ഭരണമാറ്റം ഉണ്ടാകണം, പരിഷ്കരണം ഉണ്ടാകണം എന്ന് ബീഹാർ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ നിതീഷിന്റെ ഭരണത്തിൽ സംതൃപ്തരാകുന്ന തരത്തിൽ ബീഹാറിനെ NDA മാറ്റിയെടുത്തു കഴിഞ്ഞു. പണം കൊണ്ട് സ്വാധീനിച്ചിട്ടുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രത്തിൽ ആ പാവപ്പെട്ട സ്ത്രീകൾ വീണു എന്ന് പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ വിഡ്ഢികൾ ജനങ്ങളല്ലേ?
ജനാധിപത്യപരമായുള്ള നിഷ്പക്ഷ വോട്ട് ലഭിക്കില്ല എന്നുള്ള ബോധ്യം BJPക്ക് ഉണ്ട്. അതാണ് കപട രാഷ്ട്രീയം BJP കെട്ടിയാടുന്നതും. രാജ്യം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് BJPയുടെ കൈകളിൽ. അത് മാറണമെങ്കിൽ ജനം തിരിച്ചറിയണം BJPയുടെ കാപട്യത്തെ. ഇവിടെ BJPയുടെ സമ്പൂർണ്ണ വിജയം എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പകരം കാപട്യ വിജയത്തെ ജനം തിരിച്ചറിയാതെ തെളിവുകൾ സഹിതം നിരത്തി പബ്ലിക്കിന് മുൻപിൽ വന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ BJP പൊട്ടനെന്നും അതുപോലെ തന്നെ നാണം കെട്ടവനെന്നും പപ്പു എന്നും എല്ലാം പറഞ്ഞ് കളിയാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന സംഘികൾ ഒരു കാര്യം ആലോചിക്കണം. ഇത് നിഷ്പക്ഷമായ നീതിപൂർണമായ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്നുള്ളത്.